എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പറമ്പുകളിലും വഴിയോരങ്ങളിലും സമൃദ്ധമായി വളരുന്ന ഒരു ചെറിയ ഔഷധ സസ്യമാണ് പൂവാങ്കുരുന്നില. ദശപുഷ്പങ്ങളിൽ പനി കുറയ്ക്കാനും ശരീരം തണുപ്പിക്കാനും ഏറ്റവും മികച്ച ഔഷധങ്ങളിൽ ഒന്നാണിത്. ചെറിയ വയലറ്റ് നിറത്തിലുള്ള പൂക്കളാണ് ഈ ചെടിയുടെ പ്രത്യേകത. വാതകഫ ദോഷങ്ങളെ ശമിപ്പിക്കാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട്. രക്തം ശുദ്ധീകരിക്കാനും ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനും ഇത് സഹായിക്കും. ഇല, തണ്ട്, വേര്, പൂവ് എന്നിങ്ങനെ സസ്യം സമൂലം ഔഷധങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ചർമ്മരോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും അത്യുത്തമമായ ഈ സസ്യം മികച്ചൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. പൂവാങ്കുരുന്നിലയുടെ പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണങ്ങളും ഉപയോഗരീതിയും നോക്കാം. വിട്ടുമാറാത്ത പനി, തലവേദന, ഉറക്കമില്ലായ്മ എന്നിവ ഉള്ളവർക്ക് പൂവാങ്കുരുന്നില ഒരു ഉത്തമ പരിഹാരമാണ്. ശരീരത്തിലെ അമിതമായ ചൂട് കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഇതിന് കഴിവുണ്ട്. മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും മൂത്രച്ചൂടിനും ഈ സസ്യം പെട്ടെന്ന് ആശ്വാസം നൽകുന്നു. കണ്ണിനുണ്ടാകുന്ന അണുബാധകൾ, കണ്ണെരിച്ചിൽ, കാഴ്ചക്കുറവ് എന്നിവ പരിഹരിക്കാൻ പണ്ടുകാലം മുതലേ പൂവാങ്കുരുന്നിലയുടെ നീര് ഉപയോഗിച്ചു വരുന്നു. കൂടാതെ അലർജി മൂലമുണ്ടാകുന്ന തുമ്മൽ, ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ എന്നിവയ്ക്കും ഇത് ഫലപ്രദമായ ഒരു ഔഷധമാണ്. മുടി കൊഴിച്ചിൽ തടയാനും തലയോട്ടിയിലെ ചൂട് കുറയ്ക്കാനും പൂവാങ്കുരുന്നില ചേർത്ത് കാച്ചിയ എണ്ണ സഹായിക്കും. പൂവാങ്കുരുന്നില സമൂലം കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഷായം വെച്ച് കുടിക്കുന്നത് ഏതുതരം പനിയും കുറയ്ക്കാൻ സഹായിക്കും. ഇത് ശരീരത്തെ വിയർപ്പിക്കാനും അതുവഴി ചൂട് കുറയ്ക്കാനും നല്ലതാണ്. പൂവാങ്കുരുന്നിലയുടെ നീര് അല്പം പാലിലോ വെള്ളത്തിലോ ചേർത്ത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും. ഇതിന്റെ നീര് നെറ്റിയിൽ പുരട്ടുന്നത് തലവേദന കുറയ്ക്കാനും നല്ലതാണ്. പൂവാങ്കുരുന്നിലയുടെ ഇല അരച്ച് നീരെടുത്ത് മോരിൽ ചേർത്ത് കഴിക്കുന്നത് മൂത്രച്ചൂട് മാറാനും മൂത്രനാളിയിലെ അണുബാധകൾ കുറയ്ക്കാനും സഹായിക്കും. കണ്ണിലുണ്ടാകുന്ന ചുവപ്പും എരിച്ചിലും മാറാൻ പൂവാങ്കുരുന്നിലയുടെ ഇല വൃത്തിയായി കഴുകി ചതച്ചെടുത്ത നീര് ഒരു തുള്ളി വീതം നിർദ്ദേശപ്രകാരം കണ്ണിലൊഴിക്കുന്നത് ആശ്വാസം നൽകും. ഇത് കണ്ണിന് തണുപ്പ് നൽകും. പൂവാങ്കുരുന്നിലയുടെ നീര് വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചിയെടുക്കുക. ഈ എണ്ണ തലയിൽ തേക്കുന്നത് തലയിലെ ചൂട് കുറയ്ക്കാനും മുടി വളർച്ച വർദ്ധിപ്പിക്കാനും താരൻ അകറ്റാനും സഹായിക്കും. ഇത് നിലത്ത് പറ്റി വളരുന്നതിനാൽ മണ്ണും മറ്റ് അഴുക്കുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപയോഗിക്കുന്നതിന് മുൻപ് പലതവണ നന്നായി കഴുകി വൃത്തിയാക്കുക. പൂവാങ്കുരുന്നിലയ്ക്ക് തണുപ്പ് വീര്യമുള്ളതിനാൽ സൈനസൈറ്റിസ്, ആസ്മ പോലുള്ള പ്രശ്നങ്ങളുള്ളവർ മഴക്കാലത്തോ രാത്രിയിലോ ഇത് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം.